ഹലോ ഗൈസ്, സൺഡേ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് കനകക്കുന്നിൽ ഫ്ലവർ ഷോ കാണാൻ പോവാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഈവനിങ് ഒരു 6 മണിക്കായി ഇറങ്ങിയപ്പോഴത്തേക്ക് 5:45 ആയുള്ളായിരുന്നു. നല്ല ഇരുട്ടിയില്ല. അവിടെ ചെന്നിട്ടും കുറേ നടന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നല്ല ഇരുട്ടിയത്. അവിടെ ലൈറ്റ് കാണാനായിട്ട് പോയതാണ് കേട്ടോ. ലൈറ്റും ഉണ്ട്, ഫ്ലവർ ഷോയുടെ സംഭവങ്ങളും ഉണ്ട്. ലൈറ്റ് ഇട്ടെങ്കിലും നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റിയില്ലേ. തിരിച്ച് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി കേട്ടോ. എല്ലാത്തിൻ്റെ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് ചേട്ടൻ നമ്മളെ അവിടെ ഇറക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പോയതാണ്. നല്ല വെള്ള കളറായിരുന്നു കേട്ടോ ലൈറ്റ്. നല്ല അടിപൊളിയായിരുന്നു. ഒരൊറ്റ കളറേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രണ്ടിൽ എൻട്രൻസിൻ്റെ അവിടെ. അകത്തോട്ടൊക്കെ നല്ല മിക്സഡായിട്ട് പല കളറും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു. വെള്ളയും കൂടെ ആയതുകൊണ്ട് രാത്രി നല്ല അടിപൊളിയായിരുന്നു. ഇത് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. സൺഡേയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഇത് എൻട്രൻസിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. 2025. ഇത് നല്ല ലൈറ്റായിരുന്നു. കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഒരു വലിയൊരു ഗ്ലോബിൻ്റെ ഇതും അതിൻ്റെ പിറകിലുണ്ടായിരുന്നു. ഭയങ്കര വലുതായിരുന്നു. അതവിടെ തിരക്കായതുകൊണ്ട് എനിക്കിന്ന് എടുക്കാനേ പറ്റിയില്ല. എന്നാലും ചെറിയതായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ഒരാൾക്ക് വരണത് 50 രൂപയാണ് കേട്ടോ. അങ്ങനെ 2 എടുത്തിട്ടുണ്ടായിരുന്നുള്ളേ. ടിക്കറ്റ് എടുക്കാനും തിരക്കായിരുന്നു, അങ്ങോട്ട് അകത്തോട്ട് കയറാനും ഭയങ്കര തിരക്കായിരുന്നു. അരമണിക്കൂറോളം ടിക്കറ്റ് എടുക്കാനായിട്ട് തന്നെ നിന്നു. ഇത് ആദ്യം കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു ലൈറ്റാണ് കേട്ടോ. ഒരു താജ്മഹലിൻ്റെയൊക്കെ ചെറിയൊരു ലുക്കിലൊക്കെയാണ് കേട്ടോ അത് ഉണ്ടാക്കി വെച്ചിരിക്കണം. ഇതൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഈ ലൈറ്റൊക്കെ എല്ലാ പ്രാവശ്യത്തെ പോലെ അല്ല, ഇത് നല്ല വെറൈറ്റി ആയിരുന്നു. ഈ ചെറിയ ലൈറ്റൊക്കെ അവിടെ തറയിലിട്ടിരിക്കണതാണ് നല്ല അടിപൊളിയായിരുന്നു. ഇതൊരു താമരയുടെയൊക്കെ ഒരു ലുക്കുണ്ടായിരുന്നു. എന്തോ മറ്റേ അതിൻ്റെ പേരെന്തോന്ന്, ടെർമക്കോളോ അങ്ങനെ എന്തൊക്കെ വെച്ചാണ് കേട്ടോ ഈ ലൈറ്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കൂണ അതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പാമ്പിൻ്റെ വായ്ക്കകത്തോട്ട് കയറുന്ന ഒരു ഇതാണ് കേട്ടോ അതിനകത്തുള്ള ലൈറ്റ്. ചെറിയൊരു നീളമേ ഉള്ളൂ കേട്ടോ. അതിൽ നിന്ന് വെളിയിലിറങ്ങണേണ്, വാലിൻ്റെ അവിടെ കൂടെ വെളിയിറങ്ങണേണ് ഈ ലൈറ്റ് കേട്ടോ. പിന്നും വെള്ള ലൈറ്റ് ഫുള്ള് ഇതാ ഈ പൂത്തിരി പോലെയൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് നല്ല രസമായിരുന്നു കേട്ടോ. രാത്രിയും കൂടെ ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. ഇതൊരു സ്നോയാണേ. അതിൻ്റെ ഒരു കൈ മാത്രമേ കത്തണുള്ളൂ, മറ്റേ കൈ കത്തണില്ല. ഇത് നല്ല മഴത്തുള്ളി കിലുക്കം പോലെ നല്ല അടിപൊളി ലൈറ്റായിരുന്നു കേട്ടോ. വെള്ളയും കൂടെ ആയതുകൊണ്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇത് മാനാണോ മുയലാണോ ആടാണെന്നാണ് കേട്ടോ. അവിടെ നിൽപ്പുണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുത്തു. ഇത് ഹാർട്ടിൻ്റെ ലൈറ്റ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. റെഡും കൂടെ ആയതുകൊണ്ട് പൊളിയായിരുന്നു. ഇത് നല്ല മഴത്തുള്ളി കിലുക്കം പോലെ ശരിക്കും ഇട്ടിരുന്നു. ഇതാ നോക്കാം, അതിൻ്റെ അടിക്കൂടെ പോയപ്പോൾ എടുത്തതാണ് കേട്ടോ. പിന്നെ ഫസ്റ്റിലെ ഈ മെഹന്തി ഇടുന്ന ടീംസിനെ കണ്ടേ. അപ്പോൾ ഞാൻ ആദ്യമേ ഒരിത് സെലക്ട് ചെയ്ത് മെഹന്തി ഇട്ടായിരുന്നേ. 50 രൂപയേ ഉള്ളൂ കേട്ടോ. അതിനേയും കാട്ടിൽ നമുക്ക് സാധാ നോർമൽ ഒരു കോൺ വാങ്ങിച്ച് 25-30 ഉള്ളൂ, ദേഹം ഫുള്ള് ഇടായിരുന്നു. പക്ഷേ ഇത് 5 വിരലിൽ ഇട്ടത് വെറും 50 രൂപയായിരുന്നു. ഭയങ്കര നഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, ഇട്ടെന്നേ ഉള്ളൂ. നമ്മളിട്ട ഇതുപോലെ പെർഫെക്റ്റ് ഒന്നും കിട്ടൂലല്ലോ, അവരിടുമ്പോൾ അതിൻ്റെ ഒരിത്. ഇതിട്ടപ്പോൾ തന്നെ കൊച്ചിൻ്റെ സകല ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ആളെ പേര് ഫാത്തിമ എന്നാണ് കേട്ടോ. പ്രൊഫഷണലായിട്ട് അവർ മെഹന്തി ഇടണതാണ്. ഇത് എന്തോന്ന് പറയണ ബ്രൈഡിനൊക്കെ അങ്ങനെ. എൻ്റേത് ഒരു സൈഡിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആയിഷിനിത ഇതുപോലെ മുഖത്ത് സ്പൈഡർമാൻ്റെ ഒരു പടം വരച്ച് കേട്ടോ. പെയിൻറ്റ് വെച്ചാണ് കേട്ടോ. നോർമൽ പെയിൻറ്റ് ഫാബ്രിക്കിലും അല്ലാതെയൊക്കെ ചെയ്യണതേ, അത് വെച്ച്. ഇത് കറക്റ്റ് പെർഫെക്റ്റ് ഒന്നും ആയില്ല, എന്നാലും ഓക്കെ. താഴോട്ടൊക്കെ ഒന്ന് ഷേപ്പിന് വരണ്ടേ, പക്ഷെ അവർ നാരങ്ങ പോലെയൊക്കെയാണ് വട്ടത്തിൽ വരച്ച് വെച്ചിരുന്നത്. പക്ഷേ ആയിഷിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് കേട്ടോ കാണുന്നത്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് സംഭവം കഴിഞ്ഞു കേട്ടോ. കുറേ പെൺപിള്ളേർ ഇങ്ങനെ ബട്ടർഫ്ലൈയിൽ അതും ഇതൊക്കെ കണ്ണിൻ്റെ അവിടെയാണ് കേട്ടോ ഇത് കൂടുതൽ എല്ലാവരും ചെയ്തത് കണ്ടത്. ഇത് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറേ കൂടെ ഫ്ലവറൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ഇതിൽ നല്ല അടിപൊളി ഹെവി ആയിട്ടുള്ള ഇതൊക്കെ ചെയ്യണത് കണ്ടായിരുന്നേ. പിന്നെ ആയിഷിന് സ്പൈഡർമാൻ്റെ ഇത് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മോഡൽ ചെയ്തത്. വലയൊന്നും അങ്ങോട്ട് കറക്റ്റ് ആയില്ല, മുഖം ഒരു വിധമൊക്കെ സെറ്റായി കേട്ടോ. ആയിഷിൻ്റെ ഇത് ചെയ്തതും 50 ഇതും ചെയ്തിട്ട് പിന്നെ ഇതുപോലെ ആയിഷിനെ നിർത്തി കുറേ വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പിന്നെ നടക്കാൻ തുടങ്ങി കേട്ടോ. കുറേ ഉണ്ടായിരുന്നു നടക്കാൻ. ഇത് ഡൈനോസർ അല്ലേ, ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ ഒരു വെറൈറ്റി ലൈറ്റാണ് കേട്ടോ. ഇത് വെള്ളമായിരുന്നു. ഇത് നല്ല അടിപൊളിയായിരുന്നു ഈ ലൈറ്റ്. ഭയങ്കര രാത്രി ഇരുട്ടും കൂടെ ആയതുകൊണ്ട് ആ ലൈറ്റ് കിടക്കണതാണ് ഭയങ്കര ഭംഗിയായിരുന്നു. എൻ്റെ ഈ ഫോണിൽ കാണുന്നതിനെക്കാട്ടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട്. ഇതൊക്കെ അവിടെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. പിന്നെ ഈ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയിരിക്കണത്
ഞാൻ 2025 ഉണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്ര മാത്രമേ എടുത്തുള്ളായിരുന്നു. പിന്നും അടുത്ത ലൈറ്റ് എടുത്തിട്ട് ഇപ്പുറത്ത് വന്നപ്പോഴാണ് പിന്നെ 25 ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ എന്നിട്ട് പിന്നും അവിടെ നിന്ന് വീഡിയോ എടുത്തേ. കൊള്ളായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. ഈ സംഭവം തുടങ്ങിയിട്ട് ക്രിസ്മസിൻ്റെ തലേദിവസം കണ്ടാണ് കേട്ടോ ഓപ്പൺ ആയത്. ഇതിൻ്റെ പേര് വസന്തോത്സവം എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ പൂവാണ് കേട്ടോ, ഫ്ലവർ. നല്ല അടിപൊളിയായിരുന്നു. കണ്ട പ്ലാസ്റ്റിക് പോലെ ഇരിക്കണമെങ്കിലും പക്ഷേ ഇത് ഒറിജിനലാണ്. എല്ലാ പ്രാവശ്യത്തെ പോലെ നമ്മൾ സാധാരണ ഇതെല്ലാം കരിഞ്ഞിട്ടാണ് കാണാൻ പോണത്. പക്ഷേ ഇപ്രാവശ്യം 3-4 ദിവസമായി, എന്നാലും വാടിയൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി. ഇപ്പോൾ കണ്ട യെല്ലോ ഇല്ലേ, നമുക്ക് ഇവിടെ റോഡിലും പറമ്പിലൊക്കെ കാണുന്ന അതാണ് കേട്ടോ. പക്ഷെ അതിൽ നിന്ന് ഒരു തട്ട് കൂടുതലുണ്ട്. സാധാ 5 ഇതളാണുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് ഒരു ക്രിസ്മസിൻ്റെ വൈബിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. വെള്ള മതിൽ പോലെ അതിനകത്ത് 2 സൈഡിൽ ഇതുപോലെ പച്ചയും ചുവപ്പും കളറ്, പിന്നെ ഈ വെള്ള ലൈറ്റായിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പുൽക്കൂടും കൂടി ഉണ്ടേ, അതും വെള്ള കളർ തന്നെ, സകലതും വെള്ള കളർ തന്നെ. ഇവിടെ ഇന്ന് 4 വീഡിയോ ഒക്കെ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ആടാണോ മാനാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് ഈ കാണുന്നതാണ് കേട്ടോ പുൽക്കൂട്. വെള്ള ആയതുകൊണ്ട് ആരെയൊക്കെയെന്ന് കറക്റ്റ് അറിയാൻ പറ്റില്ല. പക്ഷേ ലൈറ്റെല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഒരു മാനിനെ അവിടെ ചുവരിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് സാധാ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ചെടിയാണ് കേട്ടോ. ഇതിനൊന്നും വലിയ പ്രത്യേകതയൊന്നുമില്ല. ഇത് കറക്റ്റ് നല്ല ഡാർക്ക് ഓറഞ്ച് ജമന്തിയാണ്. പക്ഷേ എൻ്റെ ഫോണിൽ യെല്ലോ ആയിട്ട് തോന്നണതാണ് കേട്ടോ. ഇത് നല്ല കൂട്ടം കൂടി നിൽക്കണ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഇതൊക്കെ വെറൈറ്റിയാണ് കേട്ടോ. ഇതൊക്കെ കണ്ട പ്ലാസ്റ്റിക് പോലെ നിൽക്കണം, പക്ഷേ ഒറിജിനൽ പൂവാണ്. ഇതൊക്കെ നോർമൽ നമ്മളെ വീട്ടിലൊക്കെ വളരണത് തന്നെ. ഈ നല്ല കളറുള്ളതൊക്കെയാണ് അല്ലാതെ കണ്ടത്. ഇതൊക്കെ കണ്ട ഇങ്ങനെ പടം വച്ചിരിക്കും പോലെയുണ്ട്, പക്ഷെ അല്ല, ഇത് ഒറിജിനൽ പൂവാണ്. ഇത് നല്ല അടിപൊളിയായിരുന്നു. ആ റെഡും നടുക്ക് യെല്ലോവും കൂടെ ആയിട്ടുള്ള ഇതൊക്കെ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാനാണ് കേട്ടോ യൂസ് ചെയ്യണത്. കല്യാണത്തിനും ഈ കുർബാനയ്ക്കൊക്കെ പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇലയാണ് കേട്ടോ, പക്ഷേ പൂ പോലത്തെ ഭംഗി. ഇതും ഇലയാണ്, പക്ഷെ അത് പൂ പോലെ നിൽക്കണം. ആ റെഡ് യെല്ലോ ആ മിക്സഡ് ആയിട്ടുള്ള. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കൊള്ളായിരുന്നു. എല്ലാം ഞാൻ സൂം ചെയ്താണ് കേട്ടോ ഈ പൂവിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുള്ള. 2 ഡോൾഫിനെയൊക്കെ പൂവിൻ്റെ ഇതിൽ ഫിറ്റ് ചെയ്ത്, അത് കുറച്ച് വാടിയായിരുന്നേ. പിന്നെ ഇത് കാട് പോലെ കുറേ ഉണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം നല്ല എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാമൊന്നും എടുത്തില്ല, വീഡിയോ വെറുതെ ലെങ്ത് ആക്കണ്ടെന്ന് എഴുതി. ഇതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. മറ്റേ ബ്രൈഡിൻ്റെയൊക്കെ കയ്യിൽ വെക്കും പോലത്തെ സാധനങ്ങളെ. ഇതൊക്കെ ഒറിജിനൽ പൂവാണ് കേട്ടോ, പ്ലാസ്റ്റിക് ഒന്നും അല്ല. അവർ നനവിൽ വെള്ളം ഒഴിച്ചൊഴിച്ച് മറ്റേ ആ പച്ച സംഭവം ഉണ്ടല്ലോ, സ്പോഞ്ച് പോലത്തെ, അതിൽ കുത്തി വെച്ചിരിക്കുന്നതാണ്. ഇതാ ഈ ഉണ്ടയൊക്കെ പൂവാണ് കറക്റ്റ്. നമ്മൾ തൊടാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. അവരിന്ന് പിസിലൂതിക്കൊണ്ടിരുന്നു. തൊട്ടാൽ അപ്പോൾ പിസിലൂതും. ഇതെന്തോ ഉണക്ക മരമാണെന്ന് തോന്നുന്നു. ഇത് സൂര്യകാന്തിയാണ്. അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര വലിപ്പമൊന്നുമില്ല, മീഡിയം. ഈ പൂവൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവർ ഇങ്ങനെ ബൊക്കെ പോലെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതും കൊള്ളായിരുന്നു. ആ നീല എനിക്ക് തോന്നുന്നു കളറടിച്ചതാണെന്ന് തോന്നുന്നു, പക്ഷേ കളറടിച്ചതായിരിക്കില്ല അല്ലേ. പക്ഷേ കൊള്ളാം, നല്ല അടിപൊളിയായിരുന്നു അത് കാണാൻ. പൂവാണ് കേട്ടോ കുറേ കൂടി കൊള്ളായിരുന്നു. ഇതൊക്കെ വയലിലുള്ള പൂവാണെന്ന് തോന്നണം. ആയിഷിൻ്റെ അടുത്ത് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ മോൻ അവിടെ കിടന്ന്. എന്നാലും കുഴപ്പമില്ല, എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് പൂ വെച്ച് സെറ്റ് ചെയ്തിരിക്കണേ. ഇതൊരു പർപ്പിൾ കളർ, പല വെറൈറ്റി പൂക്കളായിരുന്നു കേട്ടോ. ഇത് ലൈറ്റ് വെട്ടം കിട്ടിയപ്പോൾ ആയിഷിൻ്റെ സ്പൈഡർമാൻ്റെ വീഡിയോ എടുത്താണ്. നടന്ന് ഉപ്പാടുമെന്ന് ഒരിടത്ത് ഇരുന്ന് കേട്ടോ നമ്മൾ. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ആയിഷ് ഒരു സിംഗത്തിൻ്റെ മണ്ടയിലൊക്കെ കയറിയിരുന്നു. ഇതാണ് എൻ്റെ മെഹന്തിയുടെ ഫൈനൽ ലുക്ക്. വെട്ടം കിട്ടിയപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. ആയിഷ് ഇതാ ഈ ഒരു സംഭവത്തിൽ കയറി 10-15-20 മിനിറ്റോളം കളിച്ച്. സാധാരണ 10 മിനിറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോണതാണ്. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും നടന്ന് തളർന്നതുകൊണ്ടും അവിടെ കുറച്ച് നേരം ഇരുന്ന് നമുക്ക് ഇരിക്കുക കസേര കിട്ടിയായിരുന്നു. ഇപ്പോൾ ചാടിക്കയറി അവിടെ ഇരുന്ന് ആയിഷ് നല്ലപോലെ ചാടി കളിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായ കുടിച്ച്. ചേട്ടനൊക്കെ വെള്ളമാണ് കുടിച്ചത്, ആയിഷും അതുപോലെ തന്നെ. കുറേ കഴിഞ്ഞ് പിന്നെ ഇതാ ചോളം കഴിച്ച്. പിന്നെ ഇതിനകത്ത് കമ്മൽ അങ്ങനത്തെ ചവറ് സാധനങ്ങളാണ് കേട്ടോ. ഇറങ്ങാൻ നേരത്തെ ആയിഷിൻ്റെ കൂട്ടുകാരെ കണ്ടേ, ട്വിൻസാണ് കേട്ടോ. ഒരു നോവ എന്നാണ് കേട്ടോ പിള്ളേരുടെ പേര്. നല്ല രസമില്ലേ കാണാൻ, അടിപൊളിയാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാരൻ നോയും ആയിഷ എന്തൊക്കെ പറയണുണ്ട്. ആയിഷ വീട്ടിൽ നിന്ന് കളിപ്പാട്ടം കൊണ്ടുപോയി, അതൊക്കെ അവരെ കാണിക്കുന്നുണ്ട്. ആയിഷിൻ്റെ അടുത്ത് അവർ ചോദിക്കണം കളിപ്പാട്ടം വാങ്ങിച്ച ഐസ്ക്രീം കുടിച്ച. അപ്പോൾ അവർ ഇല്ല, അവർ ഐസ്ക്രീം കുടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് പോയി കേട്ടോ.
പിന്നെ ഇത് നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയപ്പോൾ എടുത്തതാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ.